അപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഞൂഞ്ഞ് എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥാപാത്രത്തിൽ സമ്മാനിച്ച മജു ആണ് ഇതിന്റെ സംവിധായകൻ. അപ്പോൾ എങ്ങനെയാണ് ആ സംവിധായകന്റെ അടുത്ത പടത്തെ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും പിന്നെ മജു ചെയ്യാത്തൊരു ജോണറാണ്. അപ്പൻ കുറച്ചൊരു വേറെ കൈൻഡ് ഓഫ് ഡ്രാമയാണ്. ഇപ്പം ഇത് കുറച്ചുകൂടെ ഒരു പ്ലസന്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം അത് ഇപ്പം ഞങ്ങളൊക്കെ ഇന്നലെ അതിന്റെ പ്രിവ്യൂ കണ്ടു. പിന്നെ ഇതിന് മുന്നേയും എന്താ പറയുക, ഫൈനൽ ഔട്ടിന്റെ മുന്നേയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഫൈനൽ ഔട്ടുള്ള ഒരു സിനിമയും കണ്ടു. അപ്പം ടോട്ടലി തിയേറ്ററൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഒരു മനോഹരമായിട്ടുള്ള വേറൊരു ജോണറിലുള്ള ഒരു സിനിമ മജു അറ്റംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും സ്വീകരിക്കും. മജുവിന്റെ ആദ്യത്തെ സിനിമ ഫ്രഞ്ച് വിപ്ലവത്തിൽ സണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ സിനിമ അപ്പനിലും ഉണ്ടായിരുന്നു, മൂന്നാമത്തെ സിനിമയിലും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ആദ്യ സിനിമ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന അത്ര വിജയം എത്താതെ പോകുന്ന ഒരു സംവിധായകൻ അടുത്തൊരു സിനിമ ഓണാവാൻ ഉള്ള സാധ്യത വളരെ കുറവായിരിക്കും. അങ്ങനെയൊക്കെയാണ് സണ്ണിവേൻ എന്ന മനുഷ്യൻ മജുവിന് വീണ്ടും ഡേറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഡേറ്റ് കൊടുക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നല്ലൊരു രസകരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു, നല്ലൊരു സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു പിന്നെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ പിന്നെ ഞങ്ങളെ ഇപ്പം ഞാനും ഇപ്പം മജു നമ്മളൊക്കെ ഒരു ബിഗ്നേഴ്സാണ്. നമ്മളൊക്കെ ഒരു ലേണിംഗ് സ്റ്റേജ് തന്നെയാണ്. ഇപ്പം എനിക്കും ഓരോ സിനിമ ലേണിംഗ് സ്റ്റേജാണ്. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മജുവിൻ്റെ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ അവൻ ഒരു പുതിയ രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് അവൻ നടത്തി. അപ്പം അത് നമുക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ സിങ് സൗണ്ടും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തിയേറ്ററിലേക്ക് അത് കൃത്യമായിട്ട് അത് ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അതൊരിക്കലും മജു ഒരു ടാലന്റ് ഇല്ലാത്ത ഒരാളാണെന്ന് പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ കാരണം പുള്ളിക്ക് നന്നായിട്ട് എഴുതാനറിയാം. പിന്നെ പുള്ളിയും ഇതേപോലെ ഇവിടുന്ന് സിനിമ ഇപ്പം എന്താ പറയുക, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അങ്ങനെയൊന്നും വർക്ക് ചെയ്യാനൊന്നും പുള്ളിക്ക് പറ്റിയിട്ടുമില്ല. പിന്നെ പുള്ളിക്ക് നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് വരുമ്പോഴും പുള്ളിയുടെ കയ്യിലൊരു മേക്കർ ഉണ്ടെന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം തന്നെയാണ് പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്ലേക്കും അല്ലെങ്കിൽ ആ കഥയ്ക്കും അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയ്ക്കും നിങ്ങളുടെ സഹകരിക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം അപ്പന് മുമ്പുള്ള പല സിനിമകളിലും കണ്ട, ഞാനിപ്പോൾ മജിക്കാനോടൊന്ന് ഇൻ്റർവ്യൂവിലും ചോദിച്ചു നോക്കുകയാണ്. അപ്പന് മുമ്പുള്ള പല സിനിമകളിലും കണ്ട സണ്ണിവേൻ എന്ന കലാകാരനല്ല അപ്പനിലുണ്ടായിരുന്നത്. അപ്പനിൽ ആ ക്യാരക്ടർ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ എഴുതി ചേർന്ന ഒരു ക്യാരക്ടറാണ്. ഇമോഷണലായിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്കാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു വട്ടം കണ്ടാൽ ഇനിയൊരു വട്ടം കാണാനാകാത്ത വിധം നമുക്കൊരു വേദന മനസ്സിൽ എപ്പോഴും കിടക്കും. പക്ഷേ ആ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ച ഇമ്പാക്റ്റ് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ വർഗീസേട്ടൻ എന്നുള്ള ക്യാരക്ടർ ന്യൂഞ്ഞിനോട് പറയുന്നുണ്ട്, ഇനി ന്യൂഞ്ഞിന് ഈ നാട്ടിൽ വീട് കിട്ടൂല, വാടക വീട് കിട്ടൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ന്യൂഞ്ഞി പറയും, എന്നാൽ നമുക്ക് നാട് വിട്ടുപോകാം എന്ന് പറയുന്ന സമയത്ത് ന്യൂഞ്ഞി ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ ചിരി ഒരു സങ്കടത്തിൽ പൊരിഞ്ഞ ചിരിയാണ്, ഒരു ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ചിരിയിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ ആ ക്യാരക്ടറിലേക്ക് സണ്ണിവേൻ എന്ന മനുഷ്യനെത്താൻ മജു എന്ന സംവിധായകൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? അപ്പൻ്റെ മജുവിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം അപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയായിട്ടും വായിക്കാത്തൊരു ടൈപ്പ് ഓഫ് സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു പ്രത്യേക വേദനയാണ് ഇനി എന്ന് പറയുമ്പോൾ. നമുക്കത് വായിക്കുമ്പോൾ തന്നെ ആ ഒരു വേദന നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയണത് ഇപ്പം മജുവിൻ്റെ റൈറ്റിങ്ങിൽ ഇപ്പം അതിനകത്ത് പിന്നെ വർഗീസായിട്ടും തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ തൂങ്ങി മരിച്ച നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് പിന്നെ വർഗീസ് തൂങ്ങി നിൽക്കുകയാണെന്ന് പറയുമ്പം നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ മജുവിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, മജു ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ ആ കഥ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇമോഷൻസൊക്കെ നമുക്ക് അറിയാത്തത് നമ്മളെ ഉള്ളിലോട്ട് നമുക്കിങ്ങനെ വരുമായിരുന്നു. 2-3 സ്ഥലത്ത് ന്യൂഞ്ഞി എന്നുള്ള ക്യാരക്ടർ കരഞ്ഞു പോകുന്നത്. അതിലൊന്ന് ഭാര്യ പറയുമ്പോഴാണ്, അപ്പം കാണിക്കുന്ന കാണും മകൻ കാണിച്ചാൽ എന്ന് പറയുമ്പം ന്യൂഞ്ഞ ആ ലൈഫിലുടനീളം പുലർത്തിയ ഒരു സത്യസന്ധതയാണ് ചോദ്യം ചെയ്യുന്നത്. വേറെ എന്ത് ചോദ്യം ചെയ്താൽ അയാൾക്ക് പ്രശ്നമില്ല, അയാൾ പണിയെടുക്കാൻ തയ്യാറാണ്, എത്ര കഷ്ടപ്പെടാനും തെറി കേൾക്കാനൊക്കെ തയ്യാറാണ്. പക്ഷെ അയാളുടെ സത്യസന്ധതയാണ് ചോദ്യം ചെയ്യുന്നത്. പിന്നെ വർഗീസേട്ടന് മുമ്പിലാണ് അയാൾ പൊട്ടിപ്പോകുന്നത്. എനിക്ക് ആ കവല പേടിയാണെന്നൊക്കെ പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ഞാൻ ഈ ഇൻ്റർവ്യൂ ആയിട്ട് വന്നപ്പോൾ ഒന്നും കൂടി അപ്പൻ കാണേണ്ടി വന്നപ്പോഴാണ്
ആ പെയിൻ പിന്നെയും കിടക്കുന്നുണ്ട്. അതായത് ആ ക്യാരക്ടറിൻ്റെ ആർക്കിൽ അയാൾ ജീവിതകാലത്ത് മുഴുവൻ അനുഭവിച്ച സങ്കടങ്ങൾ, അപ്പനെ സ്നേഹിക്കുമ്പോഴും അപ്പൻ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ വിഷമങ്ങൾ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് മജിക്കാനോട് സംസാരിക്കുന്നത് എനിക്ക് പറഞ്ഞിരുന്നത്, അതായത് സണ്ണിവേൻ എന്ന മനുഷ്യൻ്റെ മാനറിസങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഞൂഞ്ഞ് പെർഫെക്റ്റ് ആവുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു സംവിധായകൻ്റെ അടുത്ത ചിത്രം, ഒരു ഫാൻറ്റസി ജോണർ, ഒരു ഡിസ്റ്റോപ്യൻ കൺസെപ്റ്റ്, ഒരു കൺസെപ്ച്വൽ ലാൻഡ് എന്നൊക്കെ പറയുന്നൊരു സിനിമ എത്തുമ്പം വലിയ പ്രതീക്ഷകളാണോ സണ്ണിവേൻ എന്ന മനുഷ്യനുള്ളത്? തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു, അല്ലെങ്കിൽ എന്താ പറയുക, മജുവിൻ്റെ സൈഡിൽ നിന്നൊരു പുള്ളി ചെയ്യാത്തൊരു ഒരു ജോണറാണ്. ഒരു സറ്റാരിക്കൽ സിനിമയാണ്. കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു സിനിമ. ഈവൻ എന്താ പറയുക, നമ്മൾ ചില കോമിക് ബുക്സൊക്കെ വായിക്കുമ്പോൾ അതിനകത്തുള്ള കഥാപാത്രങ്ങളെ ശരിക്കും പുറത്തിറങ്ങി വന്നിരുന്നെങ്കിൽ നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അതേപോലെ ഒരു പ്രോഗ്രാമാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം നമ്മളൊരു സ്ഥിരം സിനിമ കാണുന്ന പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അല്ല. ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള, ഓഫ് ബീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്റർടൈനർ ആണ്, ക്ലീൻ എന്റർടൈനർ ആണ്. എൻ്റെയും ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.